തെലുഗു ഇൻഡസ്ട്രിയിലെ സ്വന്തം 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 ദ ലെജൻഡ് ബാലയ്യയുടെ പുതിയ പടം ടീസർ വന്നിട്ടുണ്ട്. അഖണ്ഡ 2. അഖണ്ഡ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല, കാരണം ബാലയ്യയുടെ സിനിമകളൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. ജസ്റ്റ് ട്രോൾ മെറ്റീരിയലായിട്ട് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ബാലയ്യയുടെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അത് രാമനൊക്കെ ആയിട്ട് അഭിനയിച്ച സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. നയൻതാരയൊക്കെ ഉള്ള സിനിമയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഗംഭീര ആക്ടിങ്ങും ഒക്കെ ആയിരുന്നു പുള്ളി. പക്ഷേ ബാക്കിയുള്ള സിനിമകളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല, കണ്ടിട്ടുമില്ല, കാണാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ അഖണ്ഡ 2 റിലീസാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അഖണ്ഡ ഫസ്റ്റ് പാർട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടി എന്തായാലും കാണുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും അഖണ്ഡ 2-ൻ്റെ അഖണ്ഡ താണ്ഡവം എന്ന് പറഞ്ഞിട്ടൊരു തെലുഗു ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിപീഡിക. ഈ അഖണ്ഡ 2-ൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റർ ആൻഡ് ഡയറക്ടർ ബോയാപതി ശ്രീനു ആണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് തമനസ്. അത് ബാലയ്യയുടെ മിക്ക സിനിമകളിലും തമനസ് തന്നെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെ ചെയ്യാറുള്ളത്. അത്യാവശ്യം അടിപൊളിയായിട്ട് പുള്ളി തമിഴിൽ അത്ര ശോഭിക്കുന്നില്ലെങ്കിൽ കൂടി തെലുങ്കിൽ പുള്ളി പൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. DOP സി രാം പ്രസാദ് ഒക്കെയാണ്. അതുപോലെ തന്നെ സന്തോഷ് ഡിക്കാട്ടെ, ഇവരൊക്കെ പേര് വായിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അഖണ്ഡ 2, അഖണ്ഡ താണ്ഡവം എന്നാണ് അതിൻ്റെ മൊത്തം പേര്. അഖണ്ഡ താണ്ഡവം 2 അതിൻ്റെ ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വളരെ രോക്ഷാകുലനായിട്ട് നിൽക്കുന്ന ഒരു ബാലയ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര അരിശഭാവത്തോടു കൂടി ഹാപ്പി ഇന്ന് പിറന്നാളായിരുന്നോ? ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, ജയ് ബാലയ്യ, ജയ് ബാലയ്യ. ആ പാട്ടെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. బోస్ రైడరా తమనస్. నువ్వు చూస్తావా? అమాయకుల ప్రాణాలు చూస్తావా? ലോറൻസിന്റെ കണ്ണു പോലെ തോന്നിയില്ല. ഓ അമ്മ, അയ്യോ. ഗോഡ് ഓഫ് മാസസ്. (25/9/25). ഓക്കെ, നൈഷ്. വേറൊരു കാര്യമുണ്ട്, ബാലയ്യയുടെ ഇതിന് തൊട്ട് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഈ ടീസറും ട്രെയിലറും കട്ടുണ്ടല്ലോ അവരുടെ, ഒന്നും പറയാനില്ല. ഗംഭീര സാധനമായിരിക്കും. ഈ പാട്ട് തന്നെ കേട്ടാ, തമൻ നേരെ ഒരു തമിഴിലൊരു പടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തമൻ അത്ര നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നില്ല. പക്ഷേ ഇല്ലെങ്കിൽ അതും ബാലയ്യയുടെ പടമാണെങ്കിൽ ഇങ്ങനെ ഇവിടെ നടക്കി ഇങ്ങനെ കയറുമെന്ന് തോന്നും. ആട്ടി തൂഫാനായിരിക്കും സാധനമൊക്കെ. ഇത് തൊട്ട് മുമ്പ് ഇറങ്ങിയ ബാലയ്യയുടെ സിനിമ അതുപോലെ തന്നെയായിരുന്നു. ഒരു ഗംഭീര ഡാക്കു മഹാരാജ പേര് കിട്ടി. അതും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, സോറി. അത് ഞാൻ കണ്ടതാണ്. സംഗതി ഒന്നുമില്ല, പക്ഷേ പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ക്വാളിറ്റി അത് ഇവർ ഒരിടത്തും ഒരു കോംപ്രമൈസ് ഇല്ല. പടം ട്രോളാനുള്ള മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും സാധനം ക്വാളിറ്റിയാണ്. തിയേറ്ററിൽ കാണുമ്പോൾ, ഞാനത് തിയേറ്ററിലല്ല, ഞാൻ OTTക്ക് ശേഷമാണ് കണ്ടത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, ഗംഭീര ക്വാളിറ്റി ആയിരിക്കും. വിഷ്വൽസൊക്കെ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് പിന്നെ കുറച്ച് VFX സാധനങ്ങളൊക്കെ ഇച്ചിരി അതിപ്രസരം ഉണ്ടെങ്കിൽ കൂടി, പക്ഷേ തിയേറ്ററിൽ ഒരു ഫുൾ മൂവിയായിട്ട് കാണുമ്പോൾ ഗംഭീര ഷോട്ട്സും ആ മാസിനുള്ള എലമെൻസും ആ മാസ് കാണിക്കുന്ന രീതിയൊക്കെ ഭയങ്കരമായിരിക്കും. പണ്ടത്തെ ബാലയ്യ സിനിമകളിലൊക്കെ കുറേ കോമഡി ആയിരുന്നെങ്കിൽ ഇപ്പം അതിനെ കൃത്യമായിട്ട് ആ
പാക്കിങ് ആക്കുന്നുണ്ട് ഡയറക്ടേഴ്സ് വന്നിട്ട്. അത് ഗംഭീരമാണ്, കൊള്ളാം, രസമുണ്ട് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അതിനെ ചെയ്തെടുപ്പിക്കുന്നുണ്ട്. ഇപ്പം കറക്കിയ സാധനമൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് രസമായിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് വന്നോണ്ടിരിക്കും. അപ്പോൾ സംഗതി എന്തായാലും കൊള്ളാം. അഖണ്ഡ താണ്ഡവം 2 ടീസർ കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.